കോടതിയിൽ പോയിട്ട് എന്നെ സ്വർണം കെട്ടവനൊന്നും വിളിക്കാതിരിക്കുമെന്ന് ദയനീയമായി പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇല്ലേ? കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം പുറത്ത് നിന്നിട്ട് കോടതിക്ക് പുറത്തുണ്ട് തെളിവാണ് മിസ്റ്റർ ജെയ്ക്ക് അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും, മാന്യത കാണിക്കും. ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടെ എനിക്ക് മറുപടി പറയാം. സമയം തരൂ. സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. മനസ്സിലായില്ലേ? എന്തായാലും കേസ് കൊടുത്തപ്പോ 1,80,00,000 മാനം പോയവനാണ്. കേസ് കൊടുത്തപ്പോ 1,80,00,000 അങ്ങനെ രാഷ്ട്രീയം വെച്ചിട്ടാണ് പറയുന്നത്. ഈ മാതിരി മര്യാദകൾ അവസ്ഥയിൽ വന്നിട്ട് പറയാമോ? പറഞ്ഞാ മതി. ഇന്നത്തെ അഭിപ്രായം പറയുമ്പോൾ അത് മര്യാദയാണോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന ജയിക്കേ അല്പമെങ്കിലും അഭിപ്രായം പറയുമ്പോ എയർപോർട്ടിൽ വിള ചോദിച്ച പൊട്ടരാവല്ലേ അല്ലെ? സ്വന്തം നേതാവ് അദാനിയായിട്ട് കച്ചവടം നടത്തുമ്പോ ആ തിരുവനന്തപുരം എയർപോർട്ടിൽ വിള ചോദിച്ച എനിക്ക് അത്ര പറയാനുള്ളൂ. ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ്. പറയുന്നത് കോൺഗ്രസ്സുകാരനായ കൊള്ളില്ല. അത് ശരിയാ, അത് ശരിയാ. നിലപാടില്ലായ്മ എന്ന് പറയുന്ന ഇതാണ്. എന്തൊരു മോശമാണ് ഈ കാര്യങ്ങൾക്കകത്ത് അല്പം മര്യാദ കാണിക്കാം. അങ്ങ് വിളിച്ചു വരുത്തിയ ചർച്ചയിൽ തോന്നിയാസം പറയാൻ പാടില്ല. അത് അങ്ങയുടെ സവിശേഷ കാഴ്ചയിൽ പെടില്ലേ? അത് പറഞ്ഞ ശേഷം കേട്ടല്ലോ. അല്ല അതാ പറഞ്ഞത്. തട്ടിപ്പിന് ആധികാരികമായിട്ട് എടുക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സംഘവുമായിട്ട് 100 കണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവം അല്ലേ ഇവർക്ക് രണ്ടുപേർക്കുള്ളത് ഇല്ലേ? 100 കണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കയ്യിൽ കാണുന്നത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ള സംശയം. പിന്നെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി SIT രൂപപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി, കോടതി SIT രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ ഇല്ലേ? ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അങ്ങയുടെ സഹപ്രവർത്തകർ 2 പേരല്ലേ? 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ, 1 പ്രാവശ്യം MLA ആയാൽ അല്ലേ അകത്ത് കിടക്കുന്നത്? CITUവിന്റെ നേതാക്കന്മാരല്ലേ അകത്ത് കിടക്കുന്നത്? സാധനം വീടിനായാലും പോയിട്ടുണ്ടോ? ഉളുപ്പെന്ന് പറയുന്ന സാധനം പോയിട്ടുണ്ടോ? അല്ല സത്യമല്ലേ? അങ്ങയുടെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? അല്ലേ? ജെക്സി തോമസ് പറ. പത്മകുമാർ നിങ്ങളുടെ മര്യാദകേട് വിളിച്ചു പറയുന്ന ഒരാളെ കോൺഗ്രസ് ആണ് എന്ന ഒറ്റ കാരണത്താൽ ഇരുത്തി വിളിപ്പിക്കാൻ അങ്ങേക്ക് മര്യാദയുടെ പറഞ്ഞത്? അങ്ങേക്ക് ഉളുപ്പിലെ തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോക്കൂ, ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് അതിൽ തൂങ്ങി ചർച്ച ബഹളത്തിൽ അവസാനിപ്പിക്കുന്ന നല്ല തന്ത്രമാണ്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ആ തന്ത്രമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാം. തിരുവനന്തപുരം എയർപോർട്ടിന് വില ചോദിച്ചതാണോ? ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരി. അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന് വില ചോദിച്ചതാണോ സർക്കാർ? നിലപാടിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ശരി, നമ്മൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് ചോദിച്ചാണ്.
അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ്? എനിക്കിപ്പോ നടക്കാൻ വേറെ ഏതാ വഴി? എനിക്കിപ്പോ വേറെന്താ വേഷം? ഇത് തന്നെ, ഇത് മതി. തോറ്റു, ഞാൻ തോറ്റു.